നമസ്കാരം, KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. ശക്തമായ കാറ്റും മഴയും, ജില്ലയിൽ വ്യാപക നഷ്ടം. ഷാഉൽ ഹമീദ് വധം, 4 പേർ കസ്റ്റഡിയിൽ. വൈദ്യുതി നയത്തിൽ ഭേദഗതി വരുത്താനുള്ള കേന്ദ്ര നീക്കം, പ്രതിഷേധം ശക്തം. മഞ്ചേശ്വരത്ത് ആടുജീവിതം, മേർക്കടിയിലെ ഒരു കുടുംബം താമസിക്കുന്നത് ആട്ടിൻകൂട്ടിന് സമാനമായ കൂരയിൽ. വിശദമായ വാർത്തകളിലേക്ക്. കനത്ത കാറ്റിലും മഴയിലും ജില്ലയിൽ വ്യാപകമായ നഷ്ടം. പല സ്ഥലത്തും മരങ്ങൾ കടപുഴകി വീണു, വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ കനത്ത കാറ്റിലും ഇടിമിന്നലിലും ജില്ലയിൽ പരക്കെ നാശനഷ്ടമുണ്ടായി. പലയിടത്തും മരം കടപുഴകി വീണ് ഗതാഗതം മുടങ്ങി, വൈദ്യുതി ബന്ധവും താറുമാറായി. AR ക്യാമ്പ് റോഡിലെ രാജേഷിന്റെ വീടിന്റെ വശത്ത് നിർത്തിയിരുന്ന കാറിലേക്കും ബൈക്കിലേക്കും തെങ്ങ് കടപുഴകി വീണു. വാഹനങ്ങൾ പൂർണ്ണമായും തകർന്നു. മീപ്പിഗിരിയിലെ ഷാഫിയുടെ വീട്ടുപറമ്പിൽ 2 തെങ്ങ് ഉൾപ്പെടെ 4 മരങ്ങൾ കടപുഴകി വീണു. ഇവിടെ വൈദ്യുതി പോസ്റ്റും തകർന്നിട്ടുണ്ട്. പള്ളം റെയിൽവേ ഗേറ്റിന് സമീപം MA അഹമ്മദിന്റെ വീടിന് മുകളിൽ തെങ്ങ് വീണു. വീടിന്റെ മേൽക്കൂരയും ഓടുകളും തകർന്നു. വീട്ടിലുണ്ടായിരുന്നവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. അടുക്കത്ത് ബയലിന് സമീപം ദേശീയപാതയിലും ബോവിക്കാനത്തും മരം കടപുഴകി വീണ് ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു. എതിർത്തോട് കോളനിയിലെ കൗഗുവിന്റെ വീടിന്റെ വൈദ്യുതി ഉപകരണങ്ങൾ കത്തിനശിച്ചു. സീലിംഗ് കിടക്കിലേക്ക് അടർന്നു വീണെങ്കിലും വീട്ടുകാർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. കുമ്പള ഗവൺമെന്റ് ആശുപത്രി റോഡിൽ മരം കടപുഴകി വീണ് 2 വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. തെങ്ങ് ഒടിഞ്ഞു വീണ് കുമ്പള ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിന്റെ ഭക്ഷണശാലയും തകർന്നു. ജില്ലയിലെ പല ഭാഗങ്ങളിലും വ്യാപകമായ കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട്. ഉദുമയിലെ ഷാഉൽ ഹമീദ് വധവുമായി ബന്ധപ്പെട്ട് 4 പേർ കസ്റ്റഡിയിൽ. പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. ചിത്താരി മുക്കോട് സ്വദേശിയും ഉദുമ കണ്ണംകുളത്ത് വാടക ക്വാർട്ടേഴ്സിൽ താമസക്കാരനുമായ ഷാഉൽ ഹമീദിനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ തിരിച്ചറിഞ്ഞതായി പോലീസ് അറിയിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നു. സഹോദരൻ ബാദിഷക്കൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ ചൊവ്വാഴ്ച പുലർച്ചെ പാലക്കുന്ന് ആറാട്ടുകടവിലെ റോഡിലെ ഗ്രീൻവുഡ്സ് സ്കൂളിന് പരിസരത്ത് വെച്ചാണ് ഷാഉൽ ഹമീദ് കൊല ചെയ്യപ്പെട്ടത്. കേസിലെ പ്രതികളെ കണ്ടെത്താനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഡിവൈഎസ്പി ഹരിശ്ചന്ദ്ര നായക്, SI T നാരായണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. വൈദ്യുതി നയത്തിൽ ഭേദഗതി വരുത്താനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ വ്യാപക പ്രതിഷേധം. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. വൈദ്യുതി മേഖല കുത്തകകൾക്ക് തീരെഴുതാനുള്ള നീക്കം ഉപേക്ഷിക്കുക, വൈദ്യുതി രംഗം പൊതുമേഖലയിൽ നിലനിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇലക്ട്രിക്കൽ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഇന്ന് കിട്ടുന്ന വൈദ്യുതി മേഖലയിലെ നാട്ടുകാരുടെയും അതുപോലെ തന്നെ ജീവനക്കാരുടെയും ആനുകൂല്യങ്ങളൊക്കെ എടുത്തു കളയുന്ന രീതിയിലുള്ള പുതിയ വൈദ്യുതി നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവരികയാണ്. കേരളത്തിൽ ഇന്ന് കിട്ടുന്ന ജലവൈദ്യുതിക്ക് 30 പൈസ കൊടുക്കുമ്പോൾ അതിൽ വൈദ്യുതി ബോർഡിനുണ്ടാകുന്ന ചെലവുകളൊക്കെ കണക്കുകൂട്ടി ഏകദേശം 40 പൈസയോളം വിലക്ക് കേരളത്തിലെ ഒരു യൂണിറ്റ് വൈദ്യുതി ഈ വൈദ്യുതി നിയമം വരുന്നതിലൂടെ കുത്തകകൾക്ക് കൊടുക്കേണ്ട ഒരു ഗതികേടാണ് കേരളത്തിലുണ്ടാകുന്നത്. പ്രതിഷേധ യോഗത്തിൽ ജില്ലാ സെക്രട്ടറി മഹേഷ് കരിമ്പിൽ, PV ചന്ദ്രശേഖരൻ, രാഘവൻ കുളങ്ങര, KV ഗോപകുമാർ എന്നിവർ സംസാരിച്ചു. KV ജനകൻ, P ജയചന്ദ്രൻ, M ബാലചന്ദ്രൻ, AG മുഹമ്മദ് കുഞ്ഞി, M അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. ബീച്ചിലെത്തിയ യുവാവ് ജീവനൊടുക്കി. കുഞ്ചത്തൂരിൽ ശ്രീകാന്താണ് ഡെറ്റോൾ കഴിച്ച് ആത്മഹത്യ ചെയ്തത്. കുഞ്ചത്തൂർ ഹാർബർ റോഡിലെ രാമകൃഷ്ണന്റെ മകൻ ശ്രീകാന്താണ് മരിച്ചത്. മംഗലാപുരത്തെ തനുഷ ജ്വല്ലറി ജീവനക്കാരനാണ്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് സുഹൃത്തുക്കൾക്കൊപ്പം പണമ്പൂർ ബീച്ചിലേക്ക് പോയതായിരുന്നു. സുഹൃത്തുക്കൾ കാണാതെ ഡെറ്റോൾ കഴിച്ച് ശ്രീകാന്ത് കുഴഞ്ഞു വീണു. ഉടൻ ആസ്പത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഭൂമിഗീതം വെൽഫെയർ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് പടിക്കൽ ധർണാ സമരം സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. കേരളത്തിലെ ഭൂരഹിതരായ ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഭൂമിഗീതം വെൽഫെയർ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റിലേക്ക് ധർണ നടത്തിയത്. പരിപാടി നാരായണൻ പേര്യ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ PV ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. അജയൻ പരവനെടുക്കം, ശശി പരവനെടുക്കം, ചന്ദ്രൻ പള്ളിക്കര, കരുണാകരൻ കല്ലകട്ട, രാമചന്ദ്രൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. കേരള എഞ്ചിനീയറിംഗ് സ്റ്റാഫ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കൂട്ട ധർണ സംഘടിപ്പിച്ചു. കാസർഗോഡ് PWD കോംപ്ലക്സിന് മുന്നിലായിരുന്നു സമരം.
സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഗണ്യമായ പങ്കുവഹിക്കുന്ന കേരളത്തിലെ പൊതുമരാമത്ത്, ഇറിഗേഷൻ, തദ്ദേശ സ്വയംഭരണം, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പുകളിൽ ജോലി ചെയ്യുന്ന സാങ്കേതിക വിഭാഗം ജീവനക്കാർക്ക് അവരുടെ യോഗ്യതയുടെയും ജോലിഭാരത്തിന്റെയും അനുസൃതമായി അംഗീകാരമോ അർഹതയോ ലഭിക്കുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു കൂട്ടധർണാ സമരം സംഘടിപ്പിച്ചത്. കാസർഗോഡ് നടന്ന പരിപാടി ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പി സുബീർ അധ്യക്ഷത വഹിച്ചു. പി ഷിജു, MK സജി, കെ രവീന്ദ്രൻ, ടി മധുസൂദനൻ, PK നാരായണൻ, ജോഷി തോമസ് തുടങ്ങിയവരും സംസാരിച്ചു. കാസർഗോഡ് പേട്ട് ശ്രീ വെങ്കട്ടരമണ ടെമ്പിൾ നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം 14 മുതൽ 22 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 16 രാവിലെ ഗണപതി ഹോമത്തോടെയാണ് പരിപാടികൾ ആരംഭിക്കുക. തുടർന്ന് മഹാപൂജ നടക്കും. 17 ഞായറാഴ്ച വൈകിട്ട് ക്ഷേത്ര തന്ത്രീശ്വരൻ ബ്രഹ്മശ്രീ ഉളിയത്തായ വിഷ്ണു അസ്ര അവറുകൾക്കും വൈദികർക്കും പൂർണ്ണകുംഭ സ്വാഗതം നൽകും. 16 മുതൽ 22 വരെ നടക്കുന്ന പരിപാടിയിൽ വിവിധ പൂജകളും കലാപരിപാടികളും അരങ്ങേറുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ വരുന്ന 16 മുതൽ 22 വരെ നവീകരണ പുനഃപ്രതിഷ്ഠാ ബ്രഹ്മകലശോത്സവം നടക്കാൻ പോവുകയാണ്. വളരെ വൈഭവത്തോടുകൂടി ഈ പരിപാടികൾ നടക്കുന്നതാണ്. ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണ പ്രവൃത്തികളെല്ലാം ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ പടിയിൽ തന്നെ തമിഴ്നാട് ശൈലിയിൽ വളരെ വലുതായിട്ടുള്ള ഒരു ഗോപുരം നിർമ്മിച്ചിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉദ്ഘാടനവും സമർപ്പണവും 17 വൈകുന്നേരം നടക്കുകയാണ്. ശ്രീ സുബ്രഹ്മണ്യ മഠാധീശൻ സ്വാമിജി അത് നിർവഹിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ബ്രഹ്മകലശത്തിൻ്റെ സാംസ്കൃതിക പരിപാടികൾ അന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ ഉളിയത്തായ വിഷ്ണു അഷ്റ, വേണുഗോപാൽ, രാംപ്രസാദ്, വെങ്കട്ടരമണ ഹൊള്ള തുടങ്ങിയവർ സംബന്ധിച്ചു. മഞ്ചേശ്വരം പഞ്ചായത്തിൽ അംഗപരിമിതർക്ക് മുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. അംഗപരിമിതരായ 9 പേർക്കായിരുന്നു മുചക്ര വാഹനങ്ങൾ നൽകിയത്. ബുധനാഴ്ച രാവിലെ പഞ്ചായത്ത് ഹാൾ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നുസ്രത്ത് ജഹാൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A മുക്താർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ധനഞ്ജയൻ, ഖജ അബ്ദുള്ള, ഹരീഷ് മഞ്ചേശ്വരം, ആനന്ദ മാസ്റ്റർ, പ്രശാന്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. മഞ്ചേശ്വരത്ത് ആടുജീവിതം. മേർക്കള പരപ്പിലാണ് ഒരു കുടുംബം ആട്ടിൻകൂട്ടിന് സമാനമായ കൂരയിൽ കഴിയുന്നത്. 3 നില വീടും 3 കാർ പോർച്ച് മതിയാവാതെ പിന്നെയും വീടിന് മോടിക്കൂട്ടാൻ വെമ്പൽ കൊള്ളുന്ന മനുഷ്യ, നിങ്ങളുടെ കാഴ്ചയെ ഒരു ദയനീയ ചിത്രം കാണാൻ ക്ഷണിക്കുന്നു. ആദ്യം തന്നെ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ, ഈ കാഴ്ച കണ്ടു കഴിയുമ്പോൾ ഇത് എവിടുത്തെ ആട്ടിൻകൂടാണെന്ന് ചോദിക്കരുത്. ഇത് ഒരു കുടുംബം താമസിക്കുന്ന വീടാണ്. പ്ലീസ്, ദയവ് ചെയ്ത് നിങ്ങളിതിനെ ആട്ടിൻകൂടെന്ന് വിളിക്കരുത്. അത് ആ പാവങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമായിരിക്കും. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ പൈവളികെ പഞ്ചായത്തിലെ മേർക്കളയിലെ പരപ്പ് എന്ന സ്ഥലത്താണ് കണ്ടാൽ കരഞ്ഞുപോകുന്ന ഈ കാഴ്ചയുള്ളത്. കുറേ ഇപ്പുറം കാറ് നിർത്തി പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ ക്യാമറയും പിടിച്ചു നടക്കുമ്പോൾ ഞങ്ങൾ മനസ്സിൽ കരുതിയ ദുരിതത്തിനും ഒരുപാട് മേലെയായിരുന്നു നേരിട്ട് കണ്ട കാഴ്ചകൾ. ചെറിയൊരു കൂര, അതിൽ കൊച്ചു കൊച്ചു കള്ളികൾ പോലുള്ള 4-5 മുറികൾ. ചെറിയൊരു വീടും 4-5 മുറികളും അത്യാവശ്യം ജീവിക്കാൻ കൊള്ളാവുന്നതല്ലേ എന്ന് ചോദിച്ച് കാര്യത്തിൻ്റെ ഗൗരവം കുറയ്ക്കരുത്. ഇത് കണ്ടു തന്നെ അറിയണം. ഈ 5 മുറികളും ചേർത്താൽ നമ്മുടെ ഒരു ബെഡ്റൂമിൻ്റെ വലിപ്പം പോലും വരില്ല. ഇവിടെയാണ് 75-കാരൻ അബ്ദുള്ളയും ഭാര്യയും അയാളുടെ 2 പെൺമക്കളും 2 പേരക്കുട്ടികളും കഴിയുന്നത്. ഉപ്പയും ഉമ്മയും 2 പെൺമക്കളും കുസൃതിക്കാരായ 2 പേരക്കുട്ടികളും. സന്തുഷ്ട കുടുംബമെന്ന് വിശേഷിപ്പിക്കും മുമ്പ് ഇത് കേൾക്കുക. ഉമ്മ ഖദീജ മനോനില തെറ്റിയ സ്ത്രീയാണ്. 2 പെൺമക്കളും ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച് വീട്ടിലാണ്. അവരുടെ 2 കുട്ടികളും ഈ ദുരിതത്തിൻ്റെ ഭാഗമാവുന്നു. ഓരോ മുറിയും ആടുകൾക്കുള്ളതാണ്. സത്യം പറഞ്ഞാൽ ആട്ടിൻകൂട്ടങ്ങൾക്കിടയിലാണ് ഈ പാവങ്ങൾ പകൽ ജീവിച്ച് തീർക്കുന്നതും രാത്രി കിടന്നുറങ്ങുന്നതുമെല്ലാം. ദാ കണ്ടോളൂ, ഈ വീട്ടിലെ ഡൈനിങ് റൂം എന്ന് വിശേഷിപ്പിക്കാവുന്ന മുറിയാണിത്. ഇത് ഈ ഭീമൻ ആടിനുള്ളതാണ്. കെട്ടിത്തൂക്കിയ ഈ പ്ലാവിലേക്ക് ചുവടിലുള്ള ഈ 2 ബെഞ്ചുകളിൽ +1 പഠിക്കുന്ന പെൺകുട്ടിയും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കൊച്ചു പയ്യനും കിടന്നുറങ്ങും. വീട്ടിലിരുന്ന് വിശ്രമിക്കേണ്ട ഈ വയസ്സാൻ കാലത്തും കൂലിപ്പണിയെടുത്തും ആടിനെ മേയിച്ചും അബ്ദുള്ള കഷ്ടപ്പെടുന്നു. എല്ലാ മനുഷ്യർക്കും ലഭിക്കുന്ന സമാധാനം തിരക്കൊഴിഞ്ഞ് വീട്ടിലെത്തി വിശ്രമിക്കുന്ന ആ നിമിഷങ്ങളാണ്. എന്നാൽ അബ്ദുള്ളക്ക് അതും കണ്ണീരിൻ്റേത് മാത്രമാണ്. വീട്ടിലെത്തുമ്പോൾ സമനില തെറ്റിയ ഭാര്യ പെരുവാക്ക് കൊണ്ട് ഉപദ്രവിക്കും. അപ്പോൾ ഒന്നും തിരിച്ചു പറയാനാവാതെ ആ മനുഷ്യൻ ഇപ്പുറത്തിരുന്ന് കണ്ണീര് വാർക്കും. മക്കളായ 35-കാരി ഉമൈറയും 30-കാരി മൈമൂനയും കന്നഡ കലർന്ന മലയാളത്തിൽ സങ്കടത്തോടെ പറഞ്ഞു, സാറേ, ഞങ്ങളുടെ ഉമ്മ എപ്പോഴും ഇങ്ങനെയാണ്. ഉറക്കം പോലുമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കും. കഴിഞ്ഞ 30 വർഷമായി ഇങ്ങനെയാണ് അവരുടെ ജീവിതം. 2ാമത്തെ മകളെ പ്രസവിച്ച നേരത്താണ് ഇത്രയും സമനില തെറ്റിപ്പോയത്.
ഉപ്പയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. പാവം ഞങ്ങളുടെ ഉപ്പ. വൈകിട്ട് പണി കഴിഞ്ഞ് ക്ഷീണിച്ച് മടങ്ങുമ്പോൾ ഉമ്മ എന്തൊക്കെയോ പറഞ്ഞു ഓടിക്കാൻ ശ്രമിക്കും. ഉമ്മയ്ക്ക് വേണ്ടി ഒരുപാട് ചികിത്സ നടത്തി, ഒന്നും ഫലം കണ്ടില്ല. ദാ നോക്കൂ, മുഖത്ത് പൗഡറൊക്കെ വാരി വരിച്ചിട്ട് മൊത്തം കൺമഷി തേച്ച് കോലം കെട്ടി നിൽക്കും. പേരക്കുട്ടികളെ കണ്ടപ്പോഴാണ് കൂടുതൽ സങ്കടം തോന്നിപ്പോയത്. +1 പഠിക്കുന്ന മോളും 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനും ആട്ടിൻകൂട്ടങ്ങൾക്കിടയിൽ നിന്നാണ് വരുന്നതെന്ന് തോന്നുകയേയില്ല. അത്രയ്ക്കും സുന്ദരന്മാരായ കുട്ടികൾ. ഞാൻ ആലോചിച്ചത്, തങ്ങളുടെ കൂട്ടുകാരൊക്കെ തങ്ങളുടെ വീടിൻ്റെ മേനി കാണിച്ച് വാഹനങ്ങളുടെ പൊരിവ് പറഞ്ഞ് വലിയ ആളാവാൻ ശ്രമിക്കുമ്പോൾ ആട്ടിൻകൂട്ടിൽ നിന്ന് വരുന്ന ഈ കുഞ്ഞുമക്കൾ തങ്ങളുടെ വീടിനെക്കുറിച്ച് എന്തായിരിക്കും കൂട്ടുകാരോട് പറയുക? കിടന്നുറങ്ങാൻ ഇവിടെ ഒരു കട്ടിൽ പോലുമില്ല. പുൽപ്പായ വിരിച്ച് ചെളി പുരണ്ട നിലത്ത് അവർ കിടന്നുറങ്ങും. ആകെയുള്ളത് പകുതി പൊളിഞ്ഞ ഫൈബർ ചെയറാണ്. അലമാരിക്ക് പകരം പഴയ ബക്കറ്റും ജനാൽ കമ്പികളുമാണ് വസ്ത്രങ്ങൾ സൂക്ഷിക്കാനുള്ള ഇടം. ഇരുട്ട് നിറഞ്ഞ മുറികൾ. കഴിഞ്ഞ വേനൽ മഴയിൽ വീടിൻ്റെ ഒരു ഭാഗം തകർന്നു വീണു. എല്ലാ മുറികളും ഇപ്പോഴും ചോർന്നുകൊണ്ടിരിക്കുന്നു. ആടുകളുടെ കരച്ചിലുകൾക്കിടയിൽ മഴ നനഞ്ഞ് ചെളി പുരണ്ട് അവർ കിടന്നുറങ്ങുന്നു. കൂട്ടുകാരാ, മരണം പോലുമല്ല, ഇവിടെ ജീവിതമാണ് മനുഷ്യനെ തോൽപ്പിക്കുന്നത്. ഞാനും എൻ്റെ ഭാര്യയും 2 പെണ്ണുമക്കളും 2 കുട്ടികളും വലിയ കഷ്ടത്തിലുള്ള ജീവിതത്തിലാണ് ജീവിക്കുന്നുള്ളത്. ചെറിയതായ ഒരു പൊളിഞ്ഞ പോലത്തെ പുരയിൽ താമസിക്കുന്നത്. വേറെ യാതൊരു വരുമാനവും ഞങ്ങൾക്കില്ല. കൂലിപ്പണി എടുത്തിട്ട് ജീവിക്കുന്നത്. ഒരു പുര ആയിട്ട് കിട്ടിയിരുന്നെങ്കിൽ വലിയ കയറായിരുന്നു. ഫാൻസി നമ്പറിന് വേണ്ടി, മൊബൈൽ റീചാർജിന് വേണ്ടി, ആഡംബര കല്യാണത്തിനും അതിൻ്റെ ആഡംബര പന്തലിനും വേണ്ടി പണം വാരിയെറിയുന്ന മനുഷ്യ, എപ്പോഴെങ്കിലും നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? 1 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ ഒരു പാവം കുടുംബത്തിന് ഒരു ജന്മം മുഴുവൻ ജീവിച്ചു തീർക്കാനുള്ള വീടാണ്. കുപ്പായം മാറുന്ന ലാഘവത്തോടെ കാറും ബൈക്കും മാറുന്ന തലമുറ. ജീവിതത്തെ ആഘോഷിച്ചു തീർക്കുന്നതിനിടയിൽ ഇതുപോലുള്ള ഈ ദയനീയ ജീവിതവും കാണാൻ നമുക്ക് കഴിയണം. മേർക്കളയിലെ ആടുജീവിതത്തിനടുത്ത് നിന്ന് ക്യാമറമാൻ ഗണേഷ് പേക്കിയോടൊപ്പം എബി കുട്ടിയാനും, ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വാർത്തകൾ ചുരുക്കത്തിൽ. കാസർഗോഡ് വികസന പാക്കേജ് അവലോകന യോഗം 20-ന് നടക്കും. രാവിലെ 11 മണിക്ക് കളക്ടറുടെ ചേംബറിലാണ് യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. നായന്മാർമൂല സ്വദേശി ജക്കാർത്തയിൽ കുഴഞ്ഞു വീണ് മരിച്ചു. നായന്മാർമൂലയിലെ സുലൈമാനാണ് മരിച്ചത്. 47 വയസ്സായിരുന്നു. ബാംഗ്ലൂരിലേക്ക് പോയ സംഘം സഞ്ചരിച്ച കാറ് മറിഞ്ഞ് വിദ്യാർത്ഥി മരിച്ചു. ഉദുമ കിഴക്കേക്കരയിലെ ഷാനിഫാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെയായിരുന്നു അപകടം. MSF ജില്ലാ സമ്മേളനം 15, 16 തീയതികളിൽ കാസർഗോഡ് നടക്കും. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കാഞ്ഞങ്ങാട് വെള്ളിക്കോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 12ാം വാർഷികം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആന്ധ്ര ബാങ്കിന്റെ സഹകരണത്തോടെ നടത്തുന്ന വെള്ളിക്കോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 12ാം വാർഷികാഘോഷം 18-ന് വിവിധ പരിപാടികളോടെ നടക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തൊഴിൽരഹിതരായ യുവതീ യുവാക്കളുടെ ആശാകേന്ദ്രമായി മാറിയ വെള്ളിക്കോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു വ്യാഴവട്ടകാലം പൂർത്തിയാക്കുകയാണ്. 1.5 ഏക്കർ വിസ്തൃതമായ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 16ഓളം വിവിധ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പഠിപ്പിച്ചു വരുന്നുണ്ട്. 18-ന് നടക്കുന്ന വാർഷികാഘോഷം തൃക്കരിപ്പൂർ MLA K കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഡയറക്ടർ P വത്സനും ജെയ്സൺ തോമസും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ വെള്ളിക്കോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായിട്ട് വരുന്ന 18-ാം തീയതി, മെയ് 18-ാം തീയതി 12 വർഷം തികയാണ്. അപ്പോൾ 10ാം വാർഷികമൊന്നും ഒരു ശ്രദ്ധേയമായ രീതിയിൽ ആഘോഷിച്ചില്ല. 12 എന്ന് പറയുമ്പം അതിന് വ്യാഴവട്ടം എന്നുള്ള ഒരു പേര് കിട്ടി. അപ്പോൾ വെള്ളിക്കോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് വ്യാഴവട്ടം പൂർത്തിയാക്കാണ് മെയ് 18. കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന്, ഉദുമ MLA K കുഞ്ഞിരാമൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും. വിവിധ കലാപരിപാടികളും അരങ്ങേറും. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. ശക്തമായ കാറ്റും മഴയും, ജില്ലയിൽ വ്യാപക നഷ്ടം. ഷാഉൽ അമീദ് വധം, 4 പേർ കസ്റ്റഡിയിൽ. വൈദ്യുതി നയത്തിൽ ഭേദഗതി വരുത്താനുള്ള കേന്ദ്ര നീക്കം, പ്രതിഷേധം ശക്തം. മഞ്ചേശ്വരത്ത് ആടുജീവിതം, മേർക്കടിയിലെ ഒരു കുടുംബം താമസിക്കുന്നത് ആട്ടിൻകൂട്ടിന് സമാനമായ കൂരയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.